ഇന്നൊരു തിരുവോണം വ്ളോഗായിരുന്നു. ഇടാൻ കുറച്ച് ലേറ്റ് ആയി, കാരണം ഒരു ഓണം ട്രിപ്പിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട്. അവിടെ ഇട്ട പൂക്കളത്തിൽ സ്കോർ ചെയ്യുന്ന എന്റെ ആന്റി. ഇതായിരുന്നു എൻ്റെ ഓണം കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. പിന്നെ ഓണത്തിൽ മെയിൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ പഴവും പപ്പടം എന്നുള്ളത്. നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണോ? പിന്നെ അമ്മമാരൊക്കെ ഇതാ അടുക്കളയിൽ ഉച്ചയ്ക്ക് സദ്യക്കുള്ള പ്രിപ്പറേഷനാണ്. അതിന്റെ ഇടയിലുള്ള മോണിക്ക ഡാൻസിന്റെ റീലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കൂടി നടക്കുന്നുണ്ട്. അമ്മമാരൊക്കെ ശരിക്കും ഒരുങ്ങി കെട്ടിയിട്ട് തന്നെയാണ് ഫയർ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒന്ന് എനർജി ആക്കാനായിട്ട് എല്ലാവരും സിപ്പപ്പ് എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ മെയിൻ പരിപാടിയാണ് ഊനോ. അത് കളിക്കുമ്പോഴേക്ക് എന്താ അച്ഛനും അമ്മയും കൂടി പായസത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് പോയിട്ട് സദ്യക്കുള്ള ഇലയെല്ലാം വെട്ടിയിട്ട് വരാം. ഈ ഓണസദ്യ എന്ന് പറയുന്നത് പ്രത്യേകതരം ഫീൽ തന്നെയാണ്. അത് അമ്മമാരെല്ലാവരും കൂടി ചേർന്ന് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ തിരുവോണത്തിന് ഫാമിലീൻ്റെ കൂടെ ചുറ്റും ഇരുന്ന് സദ്യ കഴിക്കുന്ന ഫീല് അത് വേറെ തന്നെയാണ്. സദ്യന്റെ കലാശക്കൊട്ടിലോട്ട് കിടക്കാൻ നല്ല അടപ്പായസം പപ്പടം കൂട്ടിയൊരു പിടിപിടിക്കാം. എന്റെ കൈനോട്ടക്കാരി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി കാര്യങ്ങളെല്ലാം പറഞ്ഞുപോയി. ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങളുടെ സ്വന്തം 5 ചേച്ചി UK നിന്ന് വന്നിട്ടുള്ള ഓണമാണത്. ഞങ്ങൾ ചേച്ചി അറിയാതെ പ്ലാൻ ചെയ്ത ഒരു ചെറിയ സർപ്രൈസ് കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും മോണിക്ക റീൽ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുവാണ്. നല്ല എൻജോയ് ചെയ്ത് മോണിക്ക റീലൊക്കെ എടുത്തതിന് ശേഷം നൈറ്റ് ഞങ്ങൾ അങ്ങോട്ട് കസിൻസ് എല്ലാവരും കൂടി പുറത്തോട്ടിറങ്ങി. എന്തിനായിരിക്കും? അതന്നെ മെയിൻ ഫുഡ് അടി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് ഈ ഹോമർ കഫേ. ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഇവിടുത്തെ കാന്താരി ബർഗർ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതും കൂടി ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓണം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.